ഈശോയിൽ സ്നേഹമുള്ളവരെ, വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജുബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ലോകം മുഴുവനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ഈശോയുടെ സംസാരത്തിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്ന ഈശോയുടെ സ്വഭാവം, അതിലെ നന്മകൾ, അതിലെ കൃപകൾ, അനുഗ്രഹങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. സ്നേഹമുള്ളവരെ, അതിൽ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, ഈ 9 ഫലങ്ങളിൽ ആദ്യത്തെ 3 ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, അത് ദൈവവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ആനന്ദത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം, അത് ദൈവികമായ ആനന്ദമാണ്. അത് ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ ഹൃദയത്തിലും മനസ്സിലും നിറഞ്ഞു നിന്നിരുന്ന ആനന്ദമാണ്, സന്തോഷമാണ്. ആ സന്തോഷമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ ആനന്ദം അല്ലെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത ഈശോയുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈശോ ഒത്തിരിയേറെ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ഒത്തിരിയേറെ എതിർപ്പുകൾ, ഒത്തിരിയേറെ ആളുകൾ ഈശോയെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു. ഒത്തിരിയേറെ എതിരാളികൾ, ഒത്തിരിയേറെ പീഡനങ്ങൾ, സഹനങ്ങൾ, വാഗ്വാദങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഈശോ ആത്മാവിൽ ആനന്ദിച്ചിരുന്നു, ഈശോ ആത്മാവിൽ സന്തോഷിച്ചിരുന്നു. ഒരിക്കലും ഈശോയുടെ ഉള്ളിലെ സന്തോഷം, ഉള്ളിലെ ആനന്ദം ഈശോയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെ, പിതാവുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന ആനന്ദമാണത്, സന്തോഷമാണത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഈശോ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക: ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. നമ്മൾ ഈശോ പറഞ്ഞത് എന്താണ്? വളരെ വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്, ഞാനിത് നിങ്ങളോട് പറഞ്ഞ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. അപ്പോൾ ഈശോയിലുള്ള സന്തോഷം, ഈശോ അനുഭവിച്ചിരുന്ന ആ ആനന്ദം ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് തകർച്ചയിലും, ഏത് പീഡനത്തിലും, സഹനത്തിലും ഈശോ അനുഭവിച്ചിരുന്ന ആനന്ദം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുവാൻ ഈശോ പ്രാർത്ഥിക്കുകയാണ്. ആ ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഈശോയുടെ ജീവിതം അല്ലെങ്കിൽ ഈശോയുടെ ഹൃദയം എപ്പോഴും ഈ ദൈവികമായ, ആത്മീയമായ സന്തോഷത്താൽ, ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. എന്നാൽ നമുക്കറിയാം, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, എതിർപ്പുകളുണ്ടായിരുന്നു, പീഡനങ്ങളുണ്ടായിരുന്നു, എതിരാളികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈശോയുടെ ഉള്ളിലെ ആനന്ദത്തെ എടുത്ത് കളയുന്നില്ല. അത് തൻ്റെ ശിഷ്യന്മാർക്കും ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്.
നമ്മൾ പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നാൽ ഈശോ പറയുന്നത് പോലെയുള്ള ഈ ആനന്ദം, ഈശോ അനുഭവിച്ചിരുന്ന ഈ ആനന്ദവും സന്തോഷവും പൗലോസ്ലീഹായുടെ ജീവിതത്തിലും ഒരു പരിധിവരെ പൗലോസ്ലീഹ അനുഭവിക്കുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുവിൻ. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഒരു നൈവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടി വന്നാലും, എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയേണ്ടി വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കും, എല്ലാവരോടും കൂടി ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൗലോസ്ലീഹ അനുഭവിച്ചിരുന്ന ആ ആനന്ദം, പൗലോസ്ലീഹ അനുഭവിച്ചിരുന്ന ആത്മീയമായിട്ടുള്ള ആ സന്തോഷം ജീവിതത്തിലെ ബാഹ്യമായ ഒരു സാഹചര്യത്തിനും, ഒരു പ്രതിസന്ധിക്കും, ഒരു തകർച്ചയ്ക്കും, ഒരു പീഡനത്തിനും, ഒരു സഹനത്തിനും എടുത്തു മാറ്റാൻ സാധിക്കുന്നതല്ലായിരുന്നു. ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം പൗലോസ്ലീഹ അനുഭവിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ആ പൗലോസ്ലീഹ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്, ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും ആത്മശോധന ചെയ്യുന്നതും നല്ലതാണ്. ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, തകർച്ചകളുണ്ട്, രോഗങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കലഹങ്ങളുണ്ട്, ഭിന്നതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൗലോസ്ലീഹായും ഈശോയൊക്കെ അനുഭവിച്ചിരുന്ന ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്ന ആനന്ദം, സന്തോഷം, മറ്റൊന്നിനും എടുത്തു കളയാനാകാത്ത സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്: ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു, ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ദിവസങ്ങളിലൊക്കെ TV വാർത്തകളും അല്ലെങ്കിൽ പത്രവാർത്തകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും കുട്ടികളുടെ ഇടയിലൊക്കെയുള്ള ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കുകൾ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ അവർ അനുഭവിച്ചിരുന്ന സന്തോഷം എത്ര പെട്ടെന്നാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു സ്നേഹബന്ധം തകർന്നു, അവരുള്ളിൽ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അവർ ആ സ്നേഹിച്ചിരുന്ന ആളെ കൊല്ലുന്നു, സ്വയം കൊല്ലുന്നു. അങ്ങനെയൊക്കെയുള്ള വാർത്തകളല്ലേ നമ്മൾ കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ചില ഭിന്നതകളും പ്രശ്നങ്ങളൊക്കെ വന്നു, പെട്ടെന്ന് മാറിപ്പോയി, ഒരാൾക്കെതിരാകുന്നു, ചിലർ മറ്റേ ആളെ കൊല്ലുന്നു. അങ്ങനെ ആ സന്തോഷം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. കുട്ടികളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ കാണുന്നതാണ്, ആഗ്രഹിച്ച ഒരു വാഹനം കിട്ടിയില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് പോയില്ല, ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല, പെട്ടെന്ന് സന്തോഷമില്ലാതാകുന്നു, പെട്ടെന്ന് നിരാശയിലേക്കും തകർച്ചയിലേക്കും പോകുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആളുകൾ നിരാശയിൽ കഴിയുന്നുണ്ട്, ഡിപ്രഷനിൽ കഴിയുന്നുണ്ട്, ഒത്തിരിയേറെ പ്രതിസന്ധികളിൽ കഴിയുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയേണ്ടതുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പെട്ടെന്ന് നിരാശയിലേക്കും, പെട്ടെന്ന് തകർച്ചകളിലേക്കും, സങ്കടങ്ങളിലേക്കും, ആത്മഹത്യയിലേക്കും, ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ ഇടവരുന്നു. സ്നേഹമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം, സന്തോഷം നമ്മൾ നിറയാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവിലും
സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന, ജീവൻ സമൃദ്ധമായി നമുക്ക് നൽകുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും ജീവിക്കുന്ന ദൈവമായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബം കടന്നു പോകുന്ന എല്ലാ ആകുലതകളും, എല്ലാ ഉത്കണ്ഠകളും, എല്ലാ സങ്കടങ്ങളും, രോഗങ്ങളും, തകർച്ചകളും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. മനുഷ്യൻ്റെ കരങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആശ്വാസം ലഭിക്കാം. പക്ഷെ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. ഒരു പുതിയ പെന്തക്കോസ്തായുടെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഈശോയുടെ പ്രത്യേകതകൾ, ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ഈശോയുടെ പ്രവൃത്തികളുടെ പ്രത്യേകതകൾ, ഈശോയുടെ സംസാരത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയേണ്ടതുണ്ട്. ഈശോ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നെന്ന്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആനന്ദം, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. സാധാരണ കാര്യങ്ങളെപ്പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ വിഷയങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഈശോയുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു, ആനന്ദം നിറഞ്ഞു നിന്നിരുന്നു. ഈശോ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും
എതിർപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തെ എടുത്തു കളയുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഈശോയുടെ ഉള്ളിൽ, ഹൃദയത്തിൽ സന്തോഷം, ആനന്ദം നിറഞ്ഞു നിന്നിരുന്നു. ആ ആനന്ദമാണ് ഈശോ തൻ്റെ ശിഷ്യർക്കും തന്നിൽ വിശ്വസിക്കുന്നവർക്കും നൽകാൻ ആഗ്രഹിച്ചതും അതിനുവേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചതും. ആ സന്തോഷം കൊണ്ട് നിറയുവാൻ, ആനന്ദം കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈശോ നമുക്ക് തരുന്നൊരു മാതൃകയാണ്. വലിയ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഈശോയുടെ ഉള്ളിലുള്ള സന്തോഷം എടുത്തു കളയാൻ ആർക്കും സാധിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. അതെ, യേശുവിൻ്റെ സന്തോഷം, യേശു അനുഭവിച്ചിരുന്ന ആനന്ദം, പിതാവുമായ ദൈവത്തോടുള്ള ബന്ധത്തിലൂടെ യേശു അനുഭവിച്ചിരുന്ന ആ ആനന്ദം, ആ സന്തോഷം അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹായുടെ ജീവിതത്തിലും നമ്മൾ അത് കാണുന്നുണ്ട്. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ക്രിസ്തു ശിഷ്യനാണ് പൗലോസ്ലീഹ. എന്തുമാത്രം പ്രതിസന്ധികൾ, എന്തുമാത്രം എതിർപ്പുകൾ, എന്തുമാത്രം പീഡനങ്ങൾ, തകർച്ചകൾ, അവിടെയെല്ലാം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആനന്ദം പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഈ ആനന്ദം കൊണ്ട് നിറയെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച്, പരിശുദ്ധാത്മാവെ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു വരണം. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ സന്തോഷം കൊണ്ട്, ദൈവികമായ ആനന്ദം കൊണ്ട്, ദൈവം നൽകുന്ന ആനന്ദം കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ. എല്ലാ രോഗികളെയും, എല്ലാ തകർന്നവരെയും ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കണം. ഓ സ്വർഗക്കാനേ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗക്കാനേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ
നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ ഒരിക്കൽ കൂടെ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ വലിയ ദാഹത്തോടെ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ എല്ലാവരും അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ നിയന്ത്രണം ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.